ഹലോ ഫ്രണ്ട്സ്, ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മഞ്ഞൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ്. ശ്വാസകോശ പ്രശ്നങ്ങൾക്കും അലർജിക്കുമെല്ലാം സഹായകമാണ് മഞ്ഞൾ. രാവിലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചെറു ചൂടുള്ള വെള്ളത്തിൽ ചേർത്ത് കുടിക്കുന്നത് കഫം അലിയിക്കുകയും അങ്ങനെ കഫക്കെട്ട് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. തൊണ്ടയിലെ അണുബാധ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് മികച്ചൊരു പരിഹാരമാണ്. സന്ധിവേദനയ്ക്ക് പരിഹാരം. മഞ്ഞളിൻ്റെ സജീവ ഘടകങ്ങളിലൊന്നായ കുർക്കുമിൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് സന്ധിവാതത്തിൻ്റെ ലക്ഷണങ്ങളെ ചികിത്സിക്കാൻ സഹായിക്കുന്നു. സന്ധിവേദന തടയുന്നതിന് മഞ്ഞൾ കൂടുതൽ ഫലപ്രദമാണെന്ന് ഒരു പഠനം പറയുന്നു. പതിവായി മഞ്ഞൾ കഴിക്കുന്നത് സന്ധിവേദനയിൽ നിന്ന് വളരെയധികം ആശ്വാസം നൽകുകയും സന്ധികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതിനാൽ മഞ്ഞൾ രക്തത്തെ ശുദ്ധീകരിക്കുമെന്ന് അറിയപ്പെടുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കുകയും പ്രായമാകൽ പ്രക്രിയ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു. മഞ്ഞൾ വെള്ളം ചർമ്മത്തെ കൂടുതൽ തിളക്കമുള്ളതും ആരോഗ്യകരവുമാക്കുന്നു. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. മഞ്ഞൾ വെള്ളം ശക്തമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ സഹായിക്കുന്നു. മഞ്ഞളിന് ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റിവൈറൽ ഗുണങ്ങളുണ്ട്. ഇത് ആരോഗ്യകരമായ രോഗപ്രതിരോധ സംവിധാനം വർദ്ധിപ്പിക്കുന്നു. ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു. പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ മഞ്ഞളിന് പ്രത്യേക കഴിവുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. രക്തത്തിൽ കണ്ടുവരുന്ന ട്യൂമർ കോശങ്ങൾ, മാറിടങ്ങളിലും കുടലിലും വരുന്ന കാർസിനോമ എന്നിവ പ്രതിരോധിക്കാൻ മഞ്ഞളിന് കഴിവുണ്ടെന്ന് ചില ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഭാരം കുറയ്ക്കുന്നു. ദഹനാഗ്നിയെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള മഞ്ഞൾ ശരീരത്തിലുള്ള കൊഴുപ്പിനെ കുറയ്ക്കാനും സാധിക്കുന്നു. മഞ്ഞൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാരം നിയന്ത്രിക്കാനും അമിതവണ്ണം കുറയ്ക്കാനും സഹായിക്കും. തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ ഒഴുക്ക് കൂട്ടാനും തലച്ചോറിലെ പ്ലാക്ക് നീക്കം ചെയ്യാനുമുള്ള കഴിവ് മഞ്ഞളിനുണ്ട്. ഇത് മറവി രോഗം ചെറുക്കാൻ സഹായിക്കുന്നു. അൾഷിമേഴ്സ് രോഗത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനും മഞ്ഞൾ സഹായിക്കുന്നതായി ഗവേഷണങ്ങൾ പറയുന്നു. ഷുഗർ നിയന്ത്രിക്കുന്നു. ഇൻസുലിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും അളവ് നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ മഞ്ഞൾ സഹായിക്കും. ടൈപ്പ് 2 ഡയബറ്റീസ് തടയാനും മഞ്ഞളിന് കഴിവുണ്ട്. അതിനാൽ പ്രമേഹ രോഗികൾ മഞ്ഞൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ദഹനത്തിന് മഞ്ഞൾ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും വായുകോപം, വയർവീക്കം എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്നു. ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിന് പ്രധാനം ദഹിക്കാത്ത കൊഴുപ്പാണ്. മഞ്ഞൾ കരളിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുകയും ഇത് പിത്തരസം പുറന്തള്ളുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി കൊഴുപ്പുകളെ ദഹിപ്പിക്കുവാനും ദഹനപ്രശ്നങ്ങൾ തടയുവാനും ഇല്ലാതാക്കുവാനുമുള്ള കഴിവ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഹൃദയാരോഗ്യത്തിന് മഞ്ഞളിലെ കുർക്കുമിൻ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് ഫലപ്രദമായി സംരക്ഷിക്കാൻ കഴിയുമെന്ന് വിവിധ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. കൂടാതെ മഞ്ഞൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും അതുവഴി ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കും. അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് മഞ്ഞൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് തയ്യാറാക്കി നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചേർത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മഞ്ഞളിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.